നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ്. പലർക്കും ഗോതമ്പ് വെച്ചുള്ള ദോശയോട് അത്രയ്ക്ക് താല്പര്യം തോന്നാറില്ല അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാവും. സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയെക്കാട്ടിലും വേറെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 or 3 എന്നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ റവയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തൈര് ചേർത്ത് മിക്സ് ചെയ്യാം. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തേക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ബാറ്റർ ഫോമിലാക്കാം. ഇതേപോലെ വിസ്ക് അല്ലെങ്കിൽ ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. അടുത്ത ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ്. 1/4 ടീസ്പൂൺ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ തയ്യാറാക്കാം. അതിനായിട്ട് പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലോട്ട് ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ മിഡിലിൽ നിന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. പാൻ ഒരുപാട് ചൂടാകേണ്ട ആവശ്യമില്ല, കാരണം ഒത്തിരി ചൂടായാൽ ഇതേപോലെ പരത്തി കൊടുക്കാൻ പറ്റാതെ ആവും. എന്നാലൊട്ട് ചൂട് ഒത്തിരി കുറഞ്ഞും പോകരുത്. ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് താല്പര്യമില്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ദോശ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ദേ കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ദേ കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ടൊമാറ്റോ ചട്നിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ തയ്യാറാക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. താങ്ക്